ഡൽഹിയിലെ ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനം സംബന്ധിച്ച അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. ഇന്ത്യയിലുടനീളം വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതായി പറയപ്പെടുന്ന ഒരു തീവ്രവാദ ശൃംഖലയുടെ ഞെട്ടിക്കുന്ന വിവരം ലഭിച്ചതായാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നത്. ശ്രീനഗറിൽ നിന്നും അനന്തനാഗിൽ നിന്നുമുള്ള 2 വനിതാ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള പ്രധാന അംഗങ്ങളെ മൗലവി ഇർഫാൻ എന്ന മതപണ്ഡിതനാണ് തീവ്രവാദ ആശയങ്ങൾ പഠിപ്പിച്ചതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാശ്മീരിലെ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന കാലത്തായിരുന്നു ഇതെന്നാണ് വിവരം. ഉന്നത വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് മൗലവി ഇർഫാൻ ഈ സംഘത്തിന് ഗസ് ഹിന്ദ് പോലുള്ള തീവ്രവാദ ആശയങ്ങൾ പരിചയപ്പെടുത്തി. മൗലവിയിൽ നിന്നാണ് ഇന്ത്യയിലുടനീളം ഓപ്പൺ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടാക്കാനും കൂടുതൽ ആളുകളെ ചേർത്ത് പ്രവർത്തന ശൃംഖല വികസിപ്പിക്കാനും തീവ്രവാദികളായ അംഗങ്ങൾക്ക് പ്രേരണ ലഭിച്ചത്. ഇതുവരെ അറസ്റ്റിലായവരാണ് പ്രധാന സംഘമെന്നും അവർ ആക്രമണങ്ങൾക്കായി ചിട്ടയായ ആസൂത്രണം ആരംഭിച്ചിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നുണ്ട്. ഡൽഹിയാണ് അധികാര കേന്ദ്രമെന്നും തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ ലക്ഷ്യമിടുക എന്നതായിരുന്നു അവരുടെ ദീർഘകാല ലക്ഷ്യമെന്നും ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. അറസ്റ്റിലായ വനിതാ ഡോക്ടർമാരിൽ ഒരാളുടെ ബ്രസ കാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വാഹനത്തിൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടാകാമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നു. ഇത് കണ്ടെത്താനായി ഒന്നിലധികം സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച അറസ്റ്റിലായ ഡോക്ടർ രണ്ടാമതൊരു ബ്രസ കാർ കൂടി ഉപയോഗിച്ചിരുന്നതായും അത് ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം പ്രധാന പ്രതികളായ ആദിലും മുസമ്മിലും ഈ വർഷം ആദ്യം തുർക്കിയിലേക്ക് യാത്ര ചെയ്തിരുന്നതായും അവിടെ വെച്ച് തങ്ങളുടെ ഹാൻസ്ലറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നതായും രഹസ്യാന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചു. തുർക്കിയിലെ ഇവരുടെ താമസവും യാത്രകളും ഹാൻസ്ലറാണ് ഒരുക്കിയതെന്നും ഇത് സംഘടിതമായ ഒരു അന്താരാഷ്ട്ര പിന്തുണയെയാണ് സൂചിപ്പിക്കുന്നതെന്നും ഏജൻസികൾ സംശയിക്കുന്നു. ഡിജിറ്റൽ ഫോറൻസിക് പരിശോധന ഈ സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുത്തുന്നതാണ്. 2 വനിതാ ഡോക്ടർമാരും ബംഗ്ലാദേശിലെ ധാക്ക മെഡിക്കൽ കോളേജിൽ നിന്നാണ് MBBS പൂർത്തിയാക്കിയത്. ശ്രീനഗറിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കാലത്താണ് ഇവർ മൗലവി ഇർഫാനുമായി ബന്ധപ്പെടുന്നത്. ഈ കാലഘട്ടത്തെയാണ് ഇവരുടെ തീവ്രവാദത്തിലേക്കുള്ള വഴിത്തിരിവായി അന്വേഷണ ഉദ്യോഗസ്ഥർ വിശേഷിപ്പിക്കുന്നത്. ഈ ശൃംഖല വളരെ സംഘടിതവും ഡിജിറ്റൽ വൈദഗ്ധ്യമുള്ളതും വിദേശത്തു നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കുന്നതുമാണെന്ന് വൃത്തങ്ങൾ പറയുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കസ്റ്റഡിയിലുള്ള പ്രതികളിൽ നിന്ന് കണ്ടെടുത്ത ഡിജിറ്റൽ തെളിവുകൾ, പണമിടപാട് രേഖകൾ, എൻക്രിപ്റ്റ് ചെയ്ത ആശയവിനിമയങ്ങൾ എന്നിവയും പരിശോധിച്ചു വരികയാണ്. തിങ്കളാഴ്ച വൈകുന്നേരത്തോടെയാണ് ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപം ഒരു കാർ പൊട്ടിത്തെറിച്ച് 13 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. ഹരിയാനയിലെ ഫരീദാബാദിലുള്ള അൽ ഫലാഹ് സർവകലാശാലയിൽ നിന്ന് 2900 കിലോഗ്രാമിലധികം സ്ഫോടക വസ്തുക്കളും വെടിക്കോപ്പുകളും കണ്ടെടുത്തതിന് മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു ഇത്. ഇന്ത്യയിലുടനീളം ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തിരുന്ന ഡോക്ടർമാർ ഉൾപ്പെട്ട ഒരു വലിയ ഭീകര ശൃംഖലയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത് ഈ സ്ഫോടക വസ്തുക്കളുടെ കണ്ടെത്തലാണ്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.